ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 7. 4, 5, 6 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത വൈകുണ്ഠലോകത്തിൻ്റെ അത്യത്ഭുതത്വം വർണ്ണിച്ചു. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ദിവ്യമംഗള രൂപവും ബ്രഹ്മാവ് കണ്ടു എന്ന് വർണ്ണിക്കുകയാണ്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം വാസത്കോടിലസത് കിരീടകടകാദ്യ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈഷത വിധിസ്തത്തേ വിഭൂപാദുമേ. തത്രൈവം തത്രയേവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത് കോടി ലസത് കിരീട കടകാദി ആകൽപദീപ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപം ഐക്ഷത വിധിഹി തത്തേ വിഭോ ബാധുമേ വിഭോ തേ തദ്മേ ബാധു. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീടകടകാദ്യ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈഷത വിധിസ്തത്തേ വിഭൂപാദുമേ. ഏവം പ്രതിദർശിതേ ഇപ്രകാരം കാട്ടിക്കൊടുത്ത തത്ര ആ വൈകുണ്ഠലോകത്തിൽ നിജപദേ തൻ്റെ സ്ഥാനത്ത് രത്നാസനാധ്യാസിതം രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും ഭാസ്വത് കോടി ലസത് സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീട കടകാദി ആകൽപദീപ്രാകൃതി കിരീട കടകാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സാങ്കിതം ശ്രീവത്സ ചിഹ്നം ചേർന്നതും ആത്ത കൗസ്തുഭമണി ഛായാരുണം കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതും വിശേഷാം കാരണം എല്ലാറ്റിൻ്റെയും കാരണവുമായിട്ടുള്ള തവരൂപം നിന്ദ്രവടിയുടെ രൂപം, അതായത് ഭഗവാന്റെ രൂപം, വിധിഹി ബ്രഹ്മാവ് ഐക്ഷത കണ്ടു. വിഭോ സർവവ്യാപിയായ ഗുരുവായൂരപ്പ തേ നിന്ദ്രവടിയുടെ തത് ആ രൂപം മേ ബാധു എനിക്ക് തെളിഞ്ഞു തോന്നേണമേ. വിഭോ പറയുമ്പോൾ സർവവ്യാപിയായ ഗുരുവായൂരപ്പ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ സത്യലോകത്തിലിരിക്കുന്ന ബ്രഹ്മാവിന് ലോകങ്ങളുടെ എല്ലാം പുറത്തുള്ള വൈകുണ്ഠലോകവും അവിടുത്തെ വൈകുണ്ഠ രൂപവും കാണിച്ചു കൊടുത്ത നിന്ദ്രവടിക്ക് ഈ ഗുരുവായൂരിലിരുന്ന് ഭജിക്കുന്ന എനിക്കും ആ രൂപം കാണിച്ചു തരാൻ പ്രയാസമില്ലല്ലോ എന്നാണ് ഭട്ടതിരിപ്പാടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മമാണ് പ്രപഞ്ചങ്ങളുടെ എല്ലാം കാരണമെന്ന് യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ ഇത്യാദികളായ ഉപനിഷദ് വാക്യങ്ങളും ജന്മാദ്യസ്യത എന്ന ബ്രഹ്മസൂത്രവും മറ്റും പറയുന്നു. ബ്രഹ്മത്തിൻ്റെ ശുദ്ധ സത്വമയമായ രൂപമാണ് ഇവിടെ വർണ്ണിച്ച വൈകുണ്ഠമൂർത്തി. തന്തിരുപടിയും ആ സ്ഥിതിക്ക് പ്രപഞ്ചകാരണമാണല്ലോ. അതാണ് ഇവിടെ വിശേഷാം കാരണം എന്ന് പറയാൻ കാരണം. ഇപ്രകാരം കാട്ടിക്കൊടുത്ത വൈകുണ്ഠലോകത്തിൽ തൻ്റെ സ്ഥാനത്ത് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്നതും സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീട കടകാദികളായ ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതും ശ്രീവത്സചിഹ്നം ചേർന്നതും കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതും എല്ലാറ്റിൻ്റെയും കാരണവുമായിട്ടുള്ള നിന്ദ്രവടിയുടെ രൂപം ബ്രഹ്മാവ് കണ്ടു. സർവവ്യാപിയായ ഗുരുവായൂരപ്പ നിന്ദ്രവടിയുടെ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നേണമേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീടകടകാദ്യ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈക്ഷത വിധിസ്തത്തേ വിഭൂപാദുമേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീട കടകാദ്യ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശേഷാം തവ രൂപമൈഷത വിധിസ്തത്തേ വിഭൂപാദുമേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീട കടകാദ്യ കൽപ്പതി പ്രാകൃതി
ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശേഷാന്തവരൂപമൈഷതവിധി തത്തേ വിഭൂഭാതു മേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.